നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ ഈ വാസ്തുവിദ്യയിൽ വീട് വെക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ടാവും മരണച്ചുറ്റ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഈ മരണച്ചുറ്റ്? നമുക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമായി പരിശോധിക്കാം. വീട് വെക്കുമ്പോൾ വീടിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ടതിനെ പറയുന്ന പേരാണ് ആയാതി ഷഡ്വർഗങ്ങൾ. അതിൽ കുറച്ചധികം ഉണ്ട്. പ്രധാനം എടുക്കുന്നൊരു 10 ഘടകങ്ങളാണ്. അതായത് മൊത്തം വീടിൻ്റെ ചുറ്റളവ്, മുറികളുടെ ചുറ്റളവ്, യോനി, വ്യയം, ആയം, നക്ഷത്രം, വയസ്സ്, തിഥി, കരണം, ആഴ്ച, പക്ഷാന്തര വ്യയം, ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പരിശോധിക്കാറുള്ളത്. അതിനകത്ത് വയസ്സ് എന്ന ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ മരണച്ചുറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വയസ്സ് സാധാരണ ഉള്ള ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനം, വാർദ്ധക്യം, മരണം, എല്ലാത്തിനും ഉണ്ട്. നമുക്കുമുണ്ട്, ഈ പ്രകൃതിക്കുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ജനിക്കുന്നു, വളരുന്നു, പരിപൂർണാവസ്ഥ എത്തിക്കുന്നു, അതിനുശേഷം സാവധാനം നശിക്കാൻ തുടങ്ങുന്നു, അവസാനിക്കുന്നു. വീടിന് കണക്കെടുക്കുമ്പോഴും നമ്മൾ ഈ പ്രായത്തെ, വയസ്സിനെ കണക്കൂട്ടാറുണ്ട്. ഇതെങ്ങനെ കണക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുറ്റളവ് ഇൻറ്റു 8 ഭാഗം 27 സമം ഹരണഫലമാണ് ആ വയസ്സിനെ തീരുമാനിക്കുന്നത്. 1 ബാല്യം, 2 യൗവനം, 3 കൗമാരം, 4 വാർദ്ധക്യം, 5 മരണം. അപ്പോൾ 5 വന്നാലാണ് അതിന് മരണം എന്ന് പറയുന്നത്. നമുക്കത് എല്ലാം ഒന്ന് പരിശോധിക്കാം. ഞാൻ കുറച്ച് കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 20 കോൽ 8 അങ്കുലം എന്ന് പറയുന്നൊരു കണക്ക്. 20 കോൽ 8 അങ്കുലത്തിൽ നമ്മൾ 8 കൊണ്ട് കൂടിച്ചാൽ 162 കോലും 16 അങ്കുലം എന്ന് കിട്ടും. അതിനെ 27 കൊണ്ട് കഴിച്ചാൽ 6 വരിക. -5, ആകെ 5 ഉള്ളൂ. -5 = 1. അതുകൊണ്ട് തന്നെ ബാല്യം എന്ന് പറയും. നമ്മൾ സാധാരണ വീടുകൾക്കും മുറികൾക്കൊക്കെ എടുക്കാറുള്ള കണക്കാണ്. അടുത്തത് കൗമാരം. 25 കോലിനെ ഇൻറ്റു 8 സമം 200 ഭാഗം 27 സമം 7. ഞാൻ ആദ്യം പറഞ്ഞു 5 ഘടകങ്ങളെ ഉള്ളതുകൊണ്ട് -5 = 2 വന്നാൽ കൗമാരമാണ്. ഇനി 29 കോല് ഇൻറ്റു 8 ഭാഗം 27 സമം 8 കിട്ടുക. 8 - ഞാൻ ആദ്യം പറഞ്ഞ 5 ഘടകങ്ങൾ, 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. അതാണ് യൗവനം. ഇനി നമ്മൾ ആദ്യത്തെ കണക്ക് സാധാരണ ഇതിൽ 16 കോൽ 8 അങ്കുലം, ചെറിയ മുറികളൊക്കെ എടുക്കുന്നൊരു കണക്ക് അതാണ്. 16 കോൽ 8 അങ്കുലം ഇൻറ്റു 28, 16 കോൽ 8 അങ്കുലം ഇൻറ്റു 8 സമം 130 കോൽ 16 അങ്കുലം ഭാഗം 27 സമം 4 വാർദ്ധക്യം. ഇനിയാണ് നമ്മളെല്ലാം ഭയപ്പെടുന്ന മരണച്ചുറ്റ്. 17 കോൽ എടുക്കുക. 17 × 8 ഭാഗം 27 സമം 136 ഭാഗം 27 സമം 5. 5 വരുന്ന കണക്കുകളാണ്. ഈ കാൽക്കുലേഷനിൽ 5 വരുന്ന കണക്കുകളാണ് 5 അല്ലെങ്കിൽ ഹരണഫലം 5 വരുന്നതിനെയാണ് മരണം എന്ന് പറയുന്ന പ്രായത്തെ കൂട്ടുന്നത്. ഒരു കാരണവശാലും ഈ കണക്ക് വരുന്ന അളവുകൾ ഒരു മുറിക്ക് ഉപയോഗിക്കാൻ പാടില്ല. നോക്കുക, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ വയസ്സ് 5 വിധത്തിലാകുന്നു. ഇവയിൽ ഒടുവിൽ പറഞ്ഞ മരണം ആവൽക്കരമാകുന്നു. മറ്റ് 4 ഗൃഹാദികളിൽ ശുഭപ്രദങ്ങളാകുന്നു. വീടിൻ്റെ ചുറ്റളവിലോ, തറയുടെ ചുറ്റളവിലോ, റൂമുകളുടെ ചുറ്റളവിലോ, ബെഡ്റൂം, അടുക്കള പ്രത്യേകിച്ചും ചുറ്റളവുകളൊന്നും ഒരു കാരണവശാലും മരണം എന്ന കണക്ക് വാസ്തുവിദ്യ പ്രകാരം ചെയ്യുന്ന വീടുകളിൽ വരാൻ പാടില്ല. ഇപ്പം മരണച്ചുറ്റിനെ കുറിച്ച് ധാരണയായി കാണുമല്ലോ. എല്ലാവരും പറയാറുണ്ട് മരണച്ചുറ്റെന്ന്. ഇതാണ് കാര്യം. പുതിയൊരറിവ് വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.